ഇതിനകത്ത് രാവിലെ 6 മണിക്ക് ഇവിടെ സംഘം എത്തി പരിശോധന 8 മണിയോടുകൂടി ആരംഭിച്ചു. എങ്ങനെയാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്? ബാംഗ്ലൂരിലും പരിശോധന നടക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി നടത്തുന്ന നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡിനെ കാണാൻ വേണ്ടി കഴിയുക. കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് സഖാവ് പിണറായിക്കെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടി അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ED സാധാരണ ചെയ്യാറുള്ള തിരക്കഥ തയ്യാറാക്കി അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി കഴിയുമോ എന്ന് കുറേ കാലമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള സഖാവ് പിണറായി വിജയനെ കള്ളക്കേസിൽ കുടുക്കി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കള്ളക്കേസിൽ കുടുക്കി, അതുവഴി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഡിസൈനാണ് നരേന്ദ്രമോദിയും കൂട്ടരും തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഇവിടെ മാത്രം കണ്ടതല്ല. നേരത്തെ BJPക്കെതിരായി അതിശക്തമായി പ്രതിരോധിച്ചു നിന്ന ദേശീയ നേതാവായിരുന്നു കേജ്രിവാൾ. അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി എങ്ങനെയാണ് EDയെ ഉപയോഗിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. കള്ളക്കേസുണ്ടാക്കി ആ കള്ളക്കേസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ED കേസിൽ പെടുത്തിയിട്ടാണ് ജയിലിലടച്ചത്. ഇപ്പോഴും സുപ്രീം കോടതി പറഞ്ഞതെന്താ?